അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈയിടെ മുത്തശ്ശി വൈദ്യം എന്ന ഒരു ഗ്രൂപ്പിലൂടെ എനിക്ക് 2 ചെറിയ കുട്ടികളുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് കിട്ടാൻ ഇടയായി. ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അവർ ഉത്ബോധിപ്പിച്ചത് ഇന്ന് കൗമാരങ്ങളിലും യുവാക്കളിലും കൂടുതലായി കാണുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഉത്ബോധനമായിരുന്നു ആ ചെറിയ 2 കുട്ടികൾ തന്നത്. ഇത് സമൂഹത്തിന് വലിയ ഉപകാരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ നമുക്കൊന്ന് വീക്ഷിച്ചതിന് ശേഷം ഒരു ചികിത്സകനായ എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാനവരാശി അതിൻ്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു. 16ഉം 17ഉം ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 12ഉം 14ഉം വയസ്സായി കുറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. ലഹരി മരുന്നിനോടുള്ള അടിമത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത്, മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തെറിയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിന്റെ സർവ്വവർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താന്റെ കരാള കരങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു. ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ ചേഷ്ടയിൽ വിളിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി പൊട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞനുജന്റെ കപാലം ചുറ്റികക്കടിച്ച് പൊട്ടിച്ച് നിഷ്കരുണം കൊന്നുകളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ പുണ്യമേനിയിൽ രതിക്രീഡയാൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തെറിഞ്ഞത് ലഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാരാണ്? പറക്കമുറ്റിയിട്ടില്ലാത്ത, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ലാത്ത 10ാം ക്ലാസ്സിലെ പാവം ഷഹബാസിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊലവിളിച്ച് സംഹാര താണ്ഡവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ ലക്കും ലഗാനവുമില്ലാത്ത രാസലഹരിയാൽ ഭ്രാന്തി പിടിച്ച കേരളത്തിന്റെ കൊടൂര കൗമാരമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു. ഈ സമൂഹത്തെ തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു. അക്രമത്തിനും അരാജകത്വത്തിനും ലഹരിയുടെ ഉന്മാദത്തിനും പ്രോത്സാഹനം നൽകുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ, സീരിയലുകൾ, കവിതകൾ, നോവലുകൾ, സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത്. അത്തരം സാഹിത്യങ്ങളിലെ സൈക്കോപാത്തുകളായ ലഹരിയുടെ രാസലീലയിൽ അഭിരമിക്കുന്ന
അരാജകത്വങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ അവരുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത്. കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായി പകർന്നു നൽകുക. ജീവിതമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്കും പകരാനും നാം പ്രയത്നിക്കുക. നമ്മുടെ കൗമാരങ്ങളുടെയും യൗവനത്തിന്റെയും അടിവേരറുക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന പിശാചിന്റെ സന്തതികൾക്കെതിരിൽ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ. അത്തരം നരാധമന്മാർക്ക് 200 ഗ്രാം മട്ടനും 400 ഗ്രാം ചിക്കനും കൊടുത്ത് സുഖലോലുപതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടട ഒരുക്കുക. അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. ലഹരി വിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. സുന്ദരമായ ഒരു നല്ല കാലത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. വളരെ നല്ല രീതിയിൽ കടികട്ടി വേർഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഉത്ബോധിക്കപ്പെട്ട ഈ പിഞ്ചു പൈതങ്ങളുടെ വീഡിയോ നമുക്ക് വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കൗമാരത്തെയും യൗവനത്തെയും നോക്കുന്ന സമയത്ത് അവരിലേക്ക് ഇത്ര കണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ താളം തെറ്റുന്നത് സ്വന്തം കുടുംബവും സമൂഹവും തന്നെയാണ്. എന്നാൽ ഇത്തരം ലഹരി വിപ്ലവം ഇവിടെ നടക്കുമ്പോൾ, ലഹരിക്ക് എതിരെ പല വിപ്ലവങ്ങളും ഇവിടെ നടക്കുമ്പോൾ വെടിവെച്ച് കൊല്ലണമെന്ന ആർജവത്തോടെയുള്ള വീഡിയോകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്ത് തന്നെയായാലും അവർക്കെതിരെ അതിശക്തമായി ജനങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. ഇതാണ് നമുക്ക് കിട്ടുന്ന പല ന്യൂസുകളിലൂടെയും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക തിന്മയുടെ ആഴം അത്രമേൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ചികിത്സകൻ എന്ന നിലയിൽ നാം നോക്കുകയാണെങ്കിൽ നാം സേവിക്കുന്ന പല മരുന്നുകളും നമുക്ക് ദൂഷ്യമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും 35-ൽ പരം രാസമരുന്ന് കൂട്ടുകളാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഒരുപാട് രാസക്കൂട്ട് മരുന്നുകൾ നിരോധിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം നല്ല മരുന്നുകൾ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരം രാസമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വീണ്ടും അതിന് പകരം വീണ്ടും വന്നിരിക്കുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം വന്നത് പുതിയ മരുന്ന് സംയുക്തങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇത്തരം സംയുക്തങ്ങൾ നിരോധിക്കണമെങ്കിൽ അതിനുണ്ടാകുന്ന ഭയാനകരമായ സൈഡ് എഫക്റ്റ് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ഈ കൊച്ചുകുട്ടികൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സിനിമകളിലും സീരിയലുകളിലും എല്ലാം തന്നെ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവാക്കൾ കഴിക്കുന്ന ഓരോ ലഹരിയും വലിയ വിപത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത് എന്നത് പറഞ്ഞതുപോലെ സമാന്തരമായി ചികിത്സയിലും ഇത് നടക്കുന്നുണ്ട്. 1980, 90, 2000 കാലങ്ങളിലുള്ള സിനിമയെ നാം വീക്ഷിക്കുകയാണെങ്കിൽ ക്യാൻസർ എന്ന മഹാമാരിയെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനു മുന്നേയുള്ള കാലഘട്ടത്തിലോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇത്തരം ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ക്യാൻസർ എന്ന മഹാമാരി അമിതമായി വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും അധിക മരുന്നുകളും നിരോധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്യാൻസർ എന്ന വിപത്ത് വന്നതിനെ കൊണ്ട് തന്നെയാണ്. ഇന്ന മരുന്ന് കഴിച്ചാൽ ക്യാൻസർ വരും, ഇന്ന മരുന്ന് നിരോധിച്ചിരിക്കുന്നു കാരണം ക്യാൻസർ വരും. എൻ്റെ വാപ്പ എന്നെ പ്രമേഹത്തിന് കഴിച്ച മരുന്ന് ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് നിരോധിച്ചതാണ്. ഇതുപോലെ ഓരോ കുടുംബത്തിലും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ പിന്നെ നാം അധികവും ക്യാൻസറിനെ പറ്റി പറയുന്നതും ഇതേപോലെയുള്ള ചില പാത്രങ്ങളിൽ ആഹാരമുണ്ടാക്കിയാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നു. അതിൽ പ്രധാനമായി കേട്ടത് അലൂമിനിയം പാത്രങ്ങളിൽ ആഹാരമുണ്ടാക്കിയാൽ ക്യാൻസർ വരുമെന്ന് പറയുകയും എന്നാൽ അലൂമിനിയം പാത്രങ്ങൾ നിരോധിക്കുന്നില്ല. ഇതിന് സമാന്തരമായി നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലും ആഹാരമുണ്ടാക്കി കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നു.
ക്യാൻസർ യഥാർത്ഥമായി ഒളിഞ്ഞു കിടക്കുന്നത് ചില രാസമരുന്നുകളിലാണ്. എന്നാൽ ഇത്തരം രാസമരുന്നുകൾ നിരോധിക്കുകയും വീണ്ടും അതിന് സമാന്തരമായിട്ടുള്ള പല മരുന്നുകൾ വരികയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കഴിച്ച് മനുഷ്യകുലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, 50 വർഷം മുന്നേ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ അഡ്രസ്സ് പോലുമില്ല. പിന്നെ ഇത്തരം രോഗങ്ങൾ വരുന്നതിൻ്റെ പിറകിലെ രഹസ്യം ഇത്തരം രാസമരുന്നുകൾ തന്നെയാണ്. ഇതും ഒരു തരം ലഹരിയാണ്. ഈ ലഹരിയെ ആർക്കും തിരിച്ചറിയേണ്ട ആവശ്യമേ ഇല്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വേണം ഓരോ മരുന്നും കഴിക്കാൻ. വളരെ ഡേഞ്ചറാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് ഡേഞ്ചർ അല്ലാതാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നീട് ആ മരുന്ന് നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. പല അലോപ്പതി ഡോക്ടറായിക്കോട്ടെ, മറ്റുള്ള ചികിത്സകരായിക്കോട്ടെ, ഇത്തരം മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെയാണ് ചികിത്സ ചെയ്യുന്നതും. എന്നാൽ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചറിസ്റ്റുകൾ അവരെ ജീവിതത്തിൽ പൂർണ്ണമായും രാസമരുന്നുകൾ വർജിച്ചതിന് ശേഷമാണ് അവർ ചികിത്സ ചെയ്യുന്നത് നമുക്ക് കാണാം. അത്തരം ഒരു ശരീരത്തിനുണ്ടായ ഉറപ്പ് തന്നെയാണ് ഈ ചികിത്സയ്ക്കുണ്ടായ ഇന്നുള്ള വളർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം കാര്യത്തിൽ ഒരു കണിശതയുമില്ലാതെ മറ്റുള്ള രോഗികളോട് ഉപദേശിക്കുന്ന ഒരു ശീലം ഒരു അക്യുപഞ്ചറിസ്റ്റിനുമില്ല. പ്രത്യേകിച്ചും സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചറിസ്റ്റിന് ഇത്തരം ശീലങ്ങളേ ഇല്ല എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാ രാസമരുന്നുകളും എല്ലാ സിന്തറ്റിക് ലഹരികളും ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ടു ഓൾ.